എങ്ങനെ ഒരു കാൻഡിഡേറ്റ് നമുക്ക് സോഫ്റ്റ്വെയർ റിക്വയർമെന്റിന്റെ ഉള്ളിൽ മാനേജ് ചെയ്യാം, ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ്സ് നമുക്ക് ആഡ് ചെയ്തിട്ട് നെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാനുള്ള ജസ്റ്റ് ഷോക്കേസ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ജസ്റ്റ് സോഫ്റ്റ്വെയർ റിക്രൂട്ടിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് ടോപ്പിൽ മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് ടോപ്പിൽ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് കാൻഡിഡേറ്റ്സിനാണ് നമുക്ക് കറന്റ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ കാൻഡിഡേറ്റ്സ് എന്ന സെക്ഷൻ ഇവിടെ കാണാം. ജസ്റ്റ് കാൻഡിഡേറ്റ്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ നമ്മൾ കറന്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സാണ് നമുക്കിവിടെ കാണുന്നത്. അവരുടെ സ്റ്റാറ്റസ് ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ നമുക്കിനി ഒരു പുതിയൊരു കാൻഡിഡേറ്റിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമുക്കൊരു പ്ലസ് ബട്ടൺ ഇവിടെ കാണാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമുക്ക് നെയിംസ് എൻ്റർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു സാമ്പിൾ നെയിം നമ്മൾ ഫസ്റ്റ് നെയിം കൊടുത്തു ആൻഡ് സെക്കൻഡ് നെയിം കൊടുത്തു. ഓക്കെ, ഇനി നമുക്കൊരു സാമ്പിൾ ഇമെയിൽ ആഡ് ചെയ്യണം. ഓക്കെ, കാൻഡിഡേറ്റിൻ്റെ ഇമെയിൽ ആഡ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നമ്പർ ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഇത് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്രസ്സ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് സ്റ്റേറ്റും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അവരുടെ കാൻഡിഡേറ്റിൻ്റെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇയേഴ്സ്, എത്ര ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, എത്ര 4 years എക്സ്പീരിയൻസ് കൊടുക്കാം. കറണ്ട്ലി ഏത് ജോബിലാണ്, ടൈറ്റിൽ എങ്ങനെയാണ് വരുന്നത്. ഫ്രഷർ ആണെങ്കിൽ നമുക്ക് ഫ്രഷർ കൊടുക്കാം. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻസ് ആണ്. ക്വാളിഫിക്കേഷൻസ് സ്റ്റഡി ചെയ്ത ക്വാളിഫിക്കേഷൻസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, കറണ്ട് എംപ്ലോയർ ആണോ അല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, കറണ്ട് സാലറി ആൻഡ് എക്സ്പെക്റ്റഡ് സാലറി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്കിൽ സെറ്റ്, ഇത് നമുക്ക് മെയിൻലി നമുക്ക് ആഡ് ചെയ്യേണ്ട സെക്ഷനാണ്. സ്കിൽ സെറ്റിലാണ് നമ്മൾ കാൻഡിഡേറ്റ്സിന് ജോബ് ഓപ്പണിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ, കുറച്ചും കൂടി ഫൈൻഡ് ചെയ്യാൻ, സ്പെസിഫിക് ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് ഫൈൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് സ്കിൽ സെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ സ്കിൽ സെറ്റ് എപ്പോഴും മാൻഡറ്ററി ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഇവിടെ നമ്മൾ ക്ലിയർലി സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ സ്കിൽ വരുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ആഡ് ചെയ്യണം. ഓക്കെ, സ്കിൽ സെറ്റിൽ നമുക്ക് ഓട്ടോമോട്ടീവ് ഫീൽഡിലേക്കുള്ളത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാലറി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. നമുക്ക് എക്സ്പെക്റ്റഡ് സാലറീസ് ആൻഡ് കറണ്ട് സാലറീസ് എല്ലാം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും സോഷ്യൽ ലിങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ ലിങ്ക്സും ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ലിങ്ക്സ് കൊടുക്കാൻ പറ്റും. അതേപോലെ കാൻഡിഡേറ്റിൻ്റെ സ്റ്റാറ്റസ്, ഇവിടെ നമുക്കൊരു മെയിൻ സെക്ഷനാണ്. നമ്മൾ കാൻഡിഡേറ്റ് നമുക്ക് ഏത് സ്റ്റാറ്റസിലാണുള്ളത്. അതേപോലെ നമ്മൾ ഓൾറെഡി ന്യൂ ആയിട്ട് നമ്മൾ വന്ന ലീഡിലുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നമുക്ക് ന്യൂ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് കാൻഡിഡേറ്റ് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ റിവ്യൂ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്വാളിഫൈഡ് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് യൂസറിന് നമുക്ക് കാൻഡിഡേറ്റിൻ്റെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയുണ്ട്, സ്റ്റേജ് എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ നമുക്ക് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് റെസ്യൂം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് ബ്രൗസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസ്യൂം PDF ആയിട്ടുണ്ടാകും. നമുക്ക് ആ റെസ്യൂം അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബാക്കി എല്ലാ ഡീറ്റെയിൽസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. കവർ ലെറ്റേഴ്സ് ആൻഡ് കോൺട്രാക്ട്സും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ ഓൾ റെക്കോർഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സേവ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ കാൻഡിഡേറ്റ് നമുക്ക് ക്രിയേറ്റ് ആയി. ന്യൂ സ്റ്റേജിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാൻഡിഡേറ്റ് ബിനോയ് തോമസ് എന്ന കാൻഡിഡേറ്റ് നമുക്കിവിടെ ആഡ് ആയി. നമുക്ക് ആ കാൻഡിഡേറ്റിൻ്റെ സ്റ്റേറ്റസ് കാണാൻ പറ്റും. അതേപോലെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഫ്രഷർ ആണോ, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. സ്കിൽ സെറ്റ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ബാക്കി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കാണാം. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാനുവലി വന്നിട്ട് എൻ്റർ ചെയ്യാം.